ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു പുതിയ വിവരത്തിലേക്കാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്ക് നടക്കും. രാവിലെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം, ഉന്നതതല യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം ഇപ്പോൾ വൈകിട്ട് 6 മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇപ്പോൾ വ്യോമസേന വ്യക്തമായി കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ മുന്നോട്ട് പോവുകയാണ്. ആ ഓപ്പറേഷൻ ഇതുവരെ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ നമ്മുടെ നീക്കം, നമ്മുടെ ദൗത്യം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പ്രകോപനം, ആ പ്രകോപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അക്കാര്യവുമൊക്കെ ആയിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കപ്പെടുക. രാജ്യത്തിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിലൂടെ അറിയാൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതിനിയും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന് ഇന്നലെയുണ്ടായ പാകിസ്ഥാന്റെ ഒരു ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലായിരിക്കുമോ, അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായ ശക്തമായ ഒരു പോരാട്ടം എന്ന നിലയിലായിരിക്കുമോ, ഏത് രീതിയിലാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകും. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ധാരണയായതിനു ശേഷവും ഇന്നലെ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ സേന സജ്ജമാണ് തിരിച്ചടിക്കാൻ. പക്ഷേ ഇപ്പോൾ ആ ഒരു തിരിച്ചടിയില്ല, കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഒരു തിരിച്ചടി ഉണ്ടാകുള്ളൂ എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ ഉണ്ടായത്. വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, 6:30 വാർത്താ സമ്മേളനം എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആരൊക്കെയായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വിശദീകരിക്കുക? കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വ്യോമിക സിംഗ്, ഒപ്പം തന്നെ സോഫിയ ഖുറേഷി എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിരോധ മന്ത്രാലയമാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റാരും ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ അമേരിക്കയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടനില നിന്നത്. ഇനിയിപ്പോൾ കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയും ഞങ്ങൾ ഇടനില നിൽക്കാമെന്ന ട്രംപിന്റെ ഒരു അവകാശവാദവും അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥനയുമെല്ലാം അത് രാജ്യത്ത് വലിയ രാഷ്ട്രീയമായി BJPക്ക് തിരിച്ചടി ഏൽക്കുന്ന നിലയിൽ ചില സംഗതിയായി മാറിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സോഴ്സസ് എന്ന് പറഞ്ഞ് ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നത്. പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇസ് നോട്ട് ഓവർ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, നമ്മളൊരു പുതിയ അവസ്ഥയിലാണ്, ലോകം അത് സ്വീകരിച്ചേ പറ്റുള്ളൂ, പാകിസ്ഥാനും അത് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരെയുള്ള തുടർച്ചയായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്, അത് തുടരുമെന്നാണ് ഇന്ത്യ പറയുന്നത്. ഔദ്യോഗികമല്ല, അനൗദ്യോഗികമായി സോഴ്സസ് എന്ന് പറഞ്ഞ് വാർത്ത പുറത്തുവിടുക. കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത് മാധ്യമങ്ങളിലൂടെ പറയുകയാണ്. എന്നാൽ ആര് പറഞ്ഞു എന്ന് വ്യക്തമാക്കാത്ത വിധം ഈ കാര്യം വിശദീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാനിലെ ചില പ്രധാനപ്പെട്ട മുൾക്ക ഉൾപ്പെടെയുള്ള, മുസാഫറാബാദ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള ഭീകരവാദ ക്യാമ്പുകൾ തകർക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം മുന്നോട്ട് പോയി അത് കൈകാര്യം ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ രാഷ്ട്രീയമായ, അത് ആദ്യം പറഞ്ഞത് സൈനികമായ നീക്കമാണ്, രാഷ്ട്രീയമായ ഒരു നീക്കം കൂടി ഇൻഡസ് വാട്ടർ, അതായത് സിന്ധു നദീ ജലവുമായി ബന്ധപ്പെട്ടുള്ള കരാർ, ആ കരാർ ഈ പ്രശ്നം പരിഹരിക്കുന്നവരെ വേണ്ട, അത് നമ്മളങ്ങനെ വെള്ളം കൊടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതാണ് ഈ നദീജലവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലുണ്ടായത്. ഒപ്പം തന്നെ കൃത്യമായി ഇന്ത്യ തീരുമാനിച്ചതെല്ലാം നടപ്പിലാക്കിയെന്നും ഈ സോഴ്സസ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇന്ത്യ ഉദ്ദേശിച്ച പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതായത് ട്രംപ് പറഞ്ഞ കാര്യം ഞങ്ങൾക്കങ്ങനെ വേണ്ട, ഇത് കശ്മീർ വിഷയത്തിൽ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് പാകിസ്ഥാന്റെ കൈവശമുള്ള POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അത് ഇന്ത്യക്ക് കൈമാറുക എന്നത് മാത്രമാണ്. അതല്ലാതെ ഭീകരരുണ്ട് പാകിസ്ഥാനിൽ, ആ ഭീകരരെ ഇന്ത്യക്ക് കൈമാറുകയാണെങ്കിൽ ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, മറ്റൊരു വിഷയത്തിലും ചർച്ചയുടെ ആവശ്യമില്ല എന്ന് സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.